യാത്രകൾ ചെയ്യാനും കാഴ്ചകൾ കാണാനും ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു ഇടാൻ തോന്നുന്നു വയനാട്. വയനാട്ടിലെ കാഴ്ചകൾ നമ്മൾ എത്ര കണ്ടാലും മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ വയനാട് മുഴുവനായിട്ട് നമ്മൾ കണ്ടു തീർക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ വേണ്ടിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളുമാണ് വയനാട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ 2 ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചത് വയനാട്ടിലേക്കാണ്. മുൻപൊരിക്കൽ ഞാൻ വയനാട് യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് പക്ഷേ ഒരു റിസോർട്ടിൽ നമ്മൾ പോയി സ്റ്റേ ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു കൂടുതൽ. ഞാനത് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാട്ടിലെ കാരാപ്പുഴ ഡാമിലേക്കാണ്. അത് ഒരു ഡാം എന്നതിനപ്പുറം ഒരു അഡ്വഞ്ചർ സോണും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും ആണ്. ഒരു ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഒരു ഡാമൊക്കെ ഇത്രയും മനോഹരമായിട്ടൊക്കെ ഭംഗിയായിട്ട് ചെടികളും പൂക്കളും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ കാണുന്നത്. നമ്മൾ ഡാമിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് ഡാമുകൾ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ എനിക്ക് അത്രയും എക്സ്പീരിയൻസാണ് ഈ ഡാം കണ്ടപ്പോൾ തോന്നിയത്. അപ്പം ഇതിൽ ഞാൻ ഡാമിലേക്ക് അധികം പോയിട്ടില്ല, കാരണം ഡാം വേറെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബാണാസുര ഡാഗർ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഡാമിൻ്റെ ഭംഗിയും കാഴ്ചകളൊക്കെ അതിലുണ്ട്. ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ടൊന്നായിരുന്നു കാരാപ്പുഴ ഡാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡാമിലെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പൂക്കളും ചെടികളും ആയിട്ടുള്ള ഒരു ഗാർഡൻ, ആ ഒരു ഭംഗിയാണ് ഞാൻ കൂടുതൽ ഇതിൽ പകർത്തിയിട്ടുള്ളത്. പിന്നെ അഡ്വഞ്ചർ സോൺ ഉണ്ട്. ഞങ്ങൾ അധികം റൈഡ്സിലൊന്നും അങ്ങനെ കയറിയിരുന്നില്ല. കുട്ടികൾ ഒരു ഫ്ലൈയിങ് ചെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈഡിലാണ് കയറിയിരുന്നത്. ഒരുപാട് റൈഡുകളുണ്ട്, അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട് ഇതിൽ. എല്ലാത്തിനും സെപ്പറേറ്റ് ഫീസാണ് കേട്ടോ. നമ്മൾക്കിതിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്, ഈ ഡാമിലേക്ക് കിടക്കാനുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 30 രൂപയും കൊച്ചുകുട്ടികൾക്ക് 10 രൂപയാണ് ചാർജ്. വളരെ ചെറിയൊരു തുകയായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. ഈ 30 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു കാഴ്ച കിട്ടാമെന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുങ്ങിയൊരു തുകയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. പക്ഷേ ഉള്ളിലേക്ക് കയറി നമ്മൾക്ക് ഇതുമാതിരി റൈഡുകൾ ഓരോന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജുകളുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ കയറാം. ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ് ഈ കാരാപ്പുഴ ഡാം കാണാൻ വന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് തലേ ദിവസത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഡാമിലെ പ്രധാനമായിട്ട് അതിലെ കാഴ്ചകളാണുള്ളത്. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉണർവായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും തോന്നിയില്ല. പിന്നെ ഒരു തുപ്പിയൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ ഗാർഡൻ്റെ ഒരു അടുക്കും ചിട്ടയും ഭംഗിയും കാര്യങ്ങളൊക്കെ. ഒരുപാട് ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് പൂക്കളൊന്നും പറിക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഫൈൻ ഈടാക്കും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ആരെങ്കിലുമൊക്കെ തൊടുകയാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനായിട്ടൊക്കെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട് നമ്മളത് പറിക്കാനാണോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ആണോ എന്നൊക്കെ. അപ്പോൾ അതിനെല്ലാം ആൾ നിൽക്കുന്നുണ്ട് അവിടെ. അത്ര ഭംഗിയായിട്ടുള്ള ചെടികളും പൂക്കളും ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ പൂക്കളും ചെടികളൊക്കെ ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിലും ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ. അത്രയും ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നമ്മൾ കൂടുതലും പറഞ്ഞല്ലോ അഡ്വഞ്ചർ സോണാണ്. അപ്പം ഒരുപാട് റൈഡ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് സിപ്പ് ലൈനാണ്. അത് കേരളത്തിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആയിട്ടാണ് പറയുന്നത്. അതിന് എല്ലാത്തിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ വണ്ടിയിൽ നമ്മൾ അതിൻ്റെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അത്രയും ദൂരം ഉണ്ടല്ലോ, അപ്പോൾ നടന്നു പോകാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ തന്നെ വണ്ടിയിൽ അവിടെ എത്തിച്ചിട്ട് ആണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ പിന്നെ ജയൻറ്റ് സ്വിങ് ഉണ്ട്. പിന്നെ ഫ്ലൈയിങ് ചെയർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലൈയിങ് ചെയർ എന്ന് പറഞ്ഞൊരു ഇതിലാണ് കുട്ടികൾ കയറിയത്. അതിന് ഒരാൾക്ക് 160 രൂപയായിരുന്നു കേട്ടോ. അതിൽ മാത്രം കയറിക്കൊണ്ടാണ് എനിക്ക് തന്നെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. അതിനൊരാൾക്ക് 160 രൂപയായിരുന്നു. അങ്ങനെ ഓരോ റൈഡ്സിനും കൂടുതൽ നന്നായിട്ട് ചാർജുകളുണ്ട്. പക്ഷെ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സായിട്ടായാലും ഫാമിലിയായിട്ടായാലും വന്ന് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. അതിൻ്റെ ശബ്ദങ്ങളും കൂക്കുവിളികളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോ.
ഞാനിതിൽ കൂടുതലും ഇത് ഫുള്ള് നടന്നതിൻ്റെ ഗാർഡൻ ചെടികൾ ഓരോന്നും നോക്കി, പൂക്കൾ ഓരോന്നും നോക്കി ഞാൻ പകർത്തുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരുതരം ഭ്രാന്തമായ ഇഷ്ടമാണ് ഈ പൂക്കളോടും ചെടികളോടും ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ കുറേ സമയം നമുക്ക് എന്താ പറയുക മതി മറന്ന് നമുക്ക് നടന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും വയനാട്ടിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും അത് കാരാപ്പുഴ ഡാം തന്നെയായിരിക്കും. ഇതിൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ നമ്മൾക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മനസ്സൊക്കെ ഒന്ന് കൂളാവും നമുക്ക് ഈ പച്ചപ്പും, പിന്നെ അതുമാതിരി അങ്ങോട്ട് നോക്കുമ്പോൾ മലമ്പ്രദേശങ്ങളും കാര്യങ്ങളും പിന്നെ ഈ ആകാശത്തിൻ്റെ ഭംഗിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഭാഗത്തും അവർ നന്നായിട്ട് പുതിയ 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 ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാ ഇനത്തിൽപ്പെട്ട ചെടികളും ഉണ്ട് കേട്ടോ. പൂക്കളുണ്ടാകുന്ന ചെടികളും ഇലച്ചെടികൾ തന്നെ പല വർണ്ണങ്ങളിലുണ്ട്. നല്ല ചുമന്ന കളറുള്ള ഇലകളും അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പം ഈ വീഡിയോയിൽ ഇതിൽ ഞാൻ കൂടുതലൊന്നും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അതിൽ ആ സിപ്പ് ലൈനിലൊക്കെ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും, ആൾക്കാർ പോകുന്നതും പിന്നെ അവിടെ ഓരോ റൈഡുകളും അതിനുള്ളിൽ നിന്നുള്ള കൂക്കുവിളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെന്താണ്, അപ്പം കാഴ്ചകൾ ആസ്വദിക്കുക. ഞാൻ ഒരുവിധം എല്ലാപ്പെട്ട ആ ഗാർഡൻ്റെ ഫുള്ള് ഭംഗിയും മാക്സിമം ഞാനിതിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ആസ്വദിക്കുക. ചെടികൾ വെച്ചിട്ട് തന്നെ പല റോസ് ഗാർഡൻ, വെൽക്കം അങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് എവിടേക്ക് തിരിഞ്ഞാലും ഭംഗിയാണ്. ഇപ്പം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയ എന്ന് തന്നെ പറയാം. നമ്മളാരും ഒന്നും ഇത് ഒട്ടും കളയാണ്ട് കേടാക്കാതെ നന്നായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ വരുന്ന സന്ദർശകരായാൽ പോലും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡാമിനോട് ചേർന്നിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊന്നും ഡാമിലൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് ഞാനവിടെ നോക്കിയപ്പോൾ നമ്മളുടെ മന്ദാര ചെടിയാണ് കേട്ടോ, പിങ്ക് മന്ദാരം. ഞാൻ പിങ്ക് മന്ദാരം ഉണ്ടെന്ന് കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഞാൻ പിങ്ക് മന്ദാരം കാണുന്നത്. നമ്മുടെ വീട്ടിൽ വെള്ള കളർ മന്ദാരം ഉണ്ട്, പക്ഷേ ഈ പിങ്ക് കളറിൽ മന്ദാരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കുറേ കൗതുകകരമായിട്ടുള്ള ചെടികളും കാഴ്ചകളും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി കാല് നന്നായിട്ട് വേദനിക്കും, നമ്മൾ അത്രയധികം സ്ഥലം ഏരിയ കവർ ചെയ്യാൻ. ഇത് കണ്ടോ എത്ര ഭംഗിയിലായിട്ടാണ് ആ ലവിൻ്റെ സിമ്പിൾ അതിൽ ഇത് ചെയ്യണമെന്ന് നോക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സൂര്യകാന്തി ചെടി, കുറേയധികം പഴയ കാലത്തെ സീനിയ, പുതിയ ചെടികളും പഴയ ചെടികളെല്ലാം ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഭംഗിയാണ്. അതിങ്ങനെ ചെറിയ കാറ്റൊക്കെ വീശുമ്പം ഇങ്ങനെ പൂക്കളിൽ നിന്ന് തലയാട്ടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ അവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കരിമീൻ ജ്യൂസ്, പോപ്കോൺ, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാപ്പി, ചായ, ചെറിയ ഐറ്റംസൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്ന സ്റ്റാളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് ക്ഷീണിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒരു ഉണർവൊക്കെ വരും. പിന്നെ അതുപോലെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം, എല്ലായിടത്തും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇവിടെ നിന്ന് വലിച്ചെറിയാണ്ട് അവരെല്ലാം അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ വാഷ്റൂം ഏരിയയൊക്കെ ആയാലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ഭാഗത്തും ചെടികൾ വെച്ചിട്ട് അത്രയും ഭംഗിയായിട്ടാണ്. ഇപ്പോൾ വാഷ്റൂമിലേക്കൊക്കെ പോകുന്ന ഏരിയ ആണെങ്കിൽ പോലും അവിടെ പോലും ഒരുപാട് ചെടികളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇതുപോലെ തന്നെ നിലനിന്ന് പോകട്ടെ എന്ന് തന്നെയാണ് അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയൊരു ആഗ്രഹം. കാരണം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കുറേ അലമ്പും കാര്യങ്ങളും ഇങ്ങനെ ഈ വേസ്റ്റുകളൊക്കെ തോന്നിയ മാതിരി അവരുടെയൊക്കെ ഇടുക, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നില്ല, കാരണം അത്രയും നന്നായിട്ടാണ് അവരിപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തുറന്ന് പോട്ടെ. പിന്നെന്താണ്, ഞങ്ങൾ ഒരുവിധം നല്ല സമയം അവിടെ ചിലവ് ചെയ്തു. പിന്നെ പറഞ്ഞല്ലോ അധികം റൈഡുകളിലൊന്നും കയറിയിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഫുള്ളൊന്ന് കവർ ചെയ്ത് പിന്നെ മക്കൾ ആ ഫ്ലൈയിങ് ചെയർ അങ്ങനത്തെ ആ ഒരു ഇതിലാണ് കയറിയത്. അപ്പോൾ കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരുന്നിരുന്നത്.
കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ കുട്ടികളുടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മടങ്ങുക ചെയ്തത്. കൂടുതലാണ് പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഇതായിരുന്നു. അപ്പം എന്തായാലും എൻ്റെ ഈ 2 ദിവസത്തെ വയനാടൻ ട്രിപ്പിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട കുറേ കാഴ്ചകളും ഒക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോ കാരാപ്പുഴ ഡാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂര്യകാന്തി പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട്, ചില ചെടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ചൂടിൻ്റെയൊക്കെ ഒരു കാഠിന്യം കൊണ്ടൊക്കെ വാടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർ നന്നായിട്ട് നനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുവിധം ഇതായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ നേരിട്ട് കാണുക തന്നെ വേണം കേട്ടോ, അതൊരു എക്സ്പീരിയൻസാണ്. അപ്പം എന്തായാലും ബാക്കി കാഴ്ചകൾ നിങ്ങൾ നേരിട്ട് കാണുക. അടുത്ത വയനാടിൻ്റെ അടുത്ത കാഴ്ചകളായിട്ട് അടിപൊളി കാഴ്ചകൾ വരുന്ന വീഡിയോകളിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. എങ്കിലും അവിടെ നിന്ന് പകർത്തിയ കാഴ്ചകൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്നും ഇങ്ങനെയൊരു എന്താ പറയുക ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടുമ്പം എൻ്റെ ഓർമ്മകളിൽ എപ്പോഴെങ്കിലും എനിക്കെടുത്ത് നോക്കണമെങ്കിലും ഇവിടെ കാണും. അതും അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും വയനാട്ടിൽ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആദ്യം പറയുന്നത് ഈ കാരാപ്പുഴ ഡാമായിരിക്കും. അപ്പോൾ നമ്മൾ റൈഡുകളുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്ലൈയിങ് ചെയർ എന്ന് പറയുന്നത്. ഇതിലാണ് മക്കൾ കയറിയത്. രസമായിരുന്നു അവിടെ. അവർ കുറച്ച് നേരം അവർ എൻജോയ് ചെയ്തു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. ഒരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടിഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റും ലൈക്കും ഒക്കെ തരാൻ ശ്രമിക്കുക. ഓക്കെ.